ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മനോഹരമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നത്. സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? എന്നാൽ ഈ സ്വപ്നത്തിനും പിറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലർക്ക് വരാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി പ്രപഞ്ചം അറിയിച്ചു തരുന്നു. ചിലപ്പോൾ ഒന്നിനോടൊന്ന് സംബന്ധമില്ലാത്ത സ്വപ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ പകൽ സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചതും കണ്ടതുമൊക്കെ ആയിരിക്കും. നല്ല സ്വപ്നങ്ങൾ കണ്ടുണർന്നാൽ നമുക്ക് ആ ദിവസം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും, അല്ലേ? സ്വപ്നത്തെപ്പറ്റി പലരും ആഴത്തിൽ പഠിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആർക്കും ശരിയായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മരണത്തെപ്പോലെ തന്നെ സ്വപ്നവും ആർക്കും പിടികൊടുത്തിട്ടില്ല. ഈശ്വരന്റെ പക്കൽ തന്നെ രഹസ്യം. മുമ്പ് രാജകൊട്ടാരങ്ങളിൽ രാജാവിന്റെ സ്വപ്നം വിശദീകരണം നടത്താനായിട്ട് പ്രത്യേകം ജ്യോതിഷികളെ നിയമിച്ചിരുന്നു. കാരണം രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി പലപ്പോഴും രാജാക്കന്മാർക്ക് ദൈവദർശനം കിട്ടുമായിരുന്നു. ഇനി സനാതനധർമ്മത്തിൽ സ്വപ്നഫലത്തെ നോക്കാം. പുലർച്ചെ കാണുന്ന സ്വപ്നം വേഗം തന്നെ ഫലിക്കുന്നതാണ്. ജലം സ്വപ്നത്തിൽ വന്നാൽ മനസ്സിന്റെ ശുദ്ധിയും പുതിയ ജീവിതവുമാണ്. പാമ്പിനെ കണ്ടാൽ ശത്രുക്കളെ പറയും, കൂടാതെ മാറ്റവും ആത്മീയ ഉയർച്ചയും പറയാം. മരണം കാണുന്നത് പുതിയൊരു തുടക്കം ആണ് എന്ന് പറയുന്നു. പൂക്കൾ, പഴങ്ങൾ ഒക്കെ കണ്ടാൽ ഐശ്വര്യത്തെ കുറിക്കുന്നു. തീ കാണുന്നത് വലിയ മാറ്റത്തെയാണ്. നല്ലതും ചീത്തയുമായ സ്വപ്നങ്ങൾ പലതും നമ്മുടെ പോയ ജന്മകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതുമാവാം. ഉദാഹരണം, വെള്ളത്തിൽ വീഴുക, ഉയരത്തിൽ നിന്നും വീഴുക തുടങ്ങിയ സ്വപ്നങ്ങൾ ഇടയ്ക്കിടെ കാണുന്നത്. അപ്പോൾ നാം ശരിക്കും ആ വേദന, പേടി എല്ലാം അനുഭവിക്കാറില്ലേ? ഏതോ ഒരു ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് ഈ കാര്യങ്ങൾ. ഈശ്വരവചനം, സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ അത്തരം സ്വപ്നം കാണുന്നത് കുറയുകയോ പിന്നീട് കാണുകയോ ചെയ്യില്ല. നമ്മുടെ ആ കർമ്മ അവിടെ ഹീലിംഗ് ആയി എന്ന് അനുമാനിക്കാം. അപ്പോൾ സ്വപ്നങ്ങൾ ദൈവത്തിന്റെ സന്ദേശങ്ങളാണോ, അതോ മനസ്സിന്റെ കളിയോ? ശാസ്ത്രവും ആത്മീയതയും വേറെ വേറെ പറയുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്വപ്നങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ്, ചിലപ്പോൾ ദൈവത്തിന്റെ സന്ദേശവും. സ്വപ്നം ചിലർക്ക് ചിരകാലമൊക്കുമെന്നാണല്ലോ. രാമായണത്തിൽ മരിക്കുന്നതിന് മുമ്പ് രാവണൻ എണ്ണ ശരീരത്തിൽ പുരട്ടി നിൽക്കുന്നതായി സ്വപ്നം കണ്ടെന്ന് പറയുന്നു. അതും മോശമാണെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നങ്ങൾ പലപ്പോഴും ഫലിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ വേണ്ടുന്ന മന്ത്രങ്ങൾ വരേക്കും എനിക്ക് സ്വപ്നത്തിലൂടെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയത്. അനുഭവങ്ങളാണല്ലോ ഗുരു. നമ്മൾ നമ്മളെ ആക്കുന്നതും അനുഭവങ്ങൾ തന്നെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം പറഞ്ഞാൽ അതേപ്പറ്റി പറയാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.